വീടിൻ്റെ ഭാഗത്തുള്ള സ്ഥലത്തേക്കാണ്. കിഴക്കന്മാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇക്കന്മാരൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് ക്യാരം ബോർഡും കഥ പറയുകയൊക്കെ ചെയ്യുക. നല്ല മനോഹരമായ സ്ഥലത്തേക്കാണ് ഞാൻ കാണിച്ചില്ല. പാടം പശുവിനെ പോത്തിനൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് തിരക്കായിരുന്നു. ഇന്ന് എന്തായാലും പശുവിനെ പോത്തിനെയും പ്രാവിനെയും ഒക്കെ കാണിച്ചു തരും. അപ്പോൾ ഇന്ന് കുറേ മീനും കുറച്ചൊക്കെ കാണിച്ചു തരാം. പറ്റുന്നതൊക്കെ അത്യാവശ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തിയിരിക്കും. വീടാണ് ഈ കാണുന്നത്. പൊന്നൂസിന് ഇതെവിടെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ പൊന്നാണിന്ന് ടച്ചാവണ തോടാണ് ഇവിടെ. ഇവിടെ കുറേ ചൂണ്ടലൊക്കെ ഇടും, മീനൊക്കെ പിടിക്കുന്നതാണ്. വല വീശിയിട്ട് കുറേ കരിമ്പൂട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ വിശദമായി കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ പൊന്നൂസിൻ്റെ അടുത്തേക്ക് പോകാം. പൊന്നൂസ് അവിടെ നിൽക്കുന്നുണ്ട്. പൊന്നൂസിന് തൊഴുത്ത് നടില്ല, എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ. ശരിയായിരിക്കും. കുറച്ചും കൂടി ആയാൽ പൊന്നൂസിന് വീടൊക്കെ സെറ്റാവും. അതുവരെ ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ടായിരുന്നു. മഴ പെയ്താൽ തൊഴുത്തേക്ക് കയറ്റി കിട്ടും. വണ്ടി ഇവിടെ എവിടെയൊക്കെ വെക്കും ചെയ്യും. പൊന്നൂസ് ഇതാളിപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പാണല്ലോ. ഒരാളൊന്നും കാട്ടില്ല, പാവമാണ്. പക്ഷെ വെള്ളമൊന്നും കൊടുത്തില്ല. കുറച്ചിനെ വെള്ളമൊക്കെ കൊടുത്തിട്ട് കൊണ്ടു കെട്ടും. ഇനി വെള്ളവാലിൻ്റെ അടുത്തേക്ക് പോവാം. വെള്ളവാലിന് സുൽത്താൻ്റെ അടുത്തേക്ക്. എൻ്റെ ബാക്കിലാണ് പോത്തിനെ കെട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ തറവാട്. പണ്ട് മുതലുള്ള തറവാടായിരുന്നു. ഇപ്പോഴും തറവാട് തന്നെ. ഫെബ്രുവരി അന്ന് കല്യാണം ഉണ്ട്. കല്യാണത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. ഇതാണ് നമ്മളുടെ ഇപ്പോൾ തറവാട്. പിന്നെ ഓടുകൂടായത് കാരണം നല്ല തണുപ്പാണ് ഉള്ളിലൊക്കെ എടുക്കാൻ. നല്ല ചൂട് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. വേനൽക്കാലം ആയപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിരുന്നു. ഇനി നേരെ പോത്തിൻ്റെ അടുത്തേക്ക്. നമ്മളിപ്പോൾ വെള്ളവാലൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുറച്ച് തിരക്കായിരുന്നോ. ഇതിപ്പോ വിശദമായി കാണിച്ചു തരാം. കാണുമ്പോ പാവാം, പക്ഷെ എണീച്ചെന്നാ നല്ല ഓടലും ഇതാക്കാവും. അയച്ചു കൊണ്ടുപോകുമ്പോ ഇനി കാണാണ്ടോ. കയറ് പിടിച്ച് വലിച്ചെണ്ണിപ്പിക്കല്ലെന്നു. എന്താ ഇനി നമുക്ക് മീനിന്റെ അടുത്തേക്കും പ്രാവിന്റെ അടുത്തേക്കും പോകാം. ഇതാണ് നമ്മുടെ പാകിസ്ഥാനി. ഇതിന് ജോഡി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പെൺപ്രാവ് ഉണ്ടായിരുന്നു, പറന്നു പോയതായിരുന്നു. അപ്പോൾ ഇതിനിപ്പോൾ ജോഡിയില്ല. ഇത് ആൺപ്രാവ്. ഇത് രണ്ടും ആൺപ്രാവാണ് കേട്ടോ. ഇതാ പിന്നെ കരിന്ത് വെട്ടിയിട്ട് കാല് വയ്യാണ്ടായിട്ടൊക്കെ എടുക്കുന്ന പ്രാവ് ഇതാണ്. ഞാൻ പറഞ്ഞില്ല അവിടുന്ന്. ഇതാ കാലുകൊണ്ട് വയ്യാണ്ട്. ഇതാ ആ കാലിന് കുറച്ച് വലിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക്. ഇനി പിന്നെ അടിയിലാണ് കുറച്ച് പ്രാവുകളുള്ളത്. അടിയിലേക്ക് കാണിച്ചു തരാം. കൂട് ഞാൻ ഇതാ. ഇത് പാകിസ്ഥാനി പ്രാവുകളാണ് കേട്ടോ. തള്ളകൾ ഈ രണ്ടാൾക്കാരാണ്. കുഞ്ഞന്മാർ പറഞ്ഞിട്ടുള്ളൂ. 2-3 ദിവസമായി. കുറച്ചും കൂടി പുറത്തേക്ക് ഇറങ്ങാനായി കൂട്ടാ. ഇതാ
ഇത് സാധാ പറവകളാണ്. നമ്മൾ ഫസ്റ്റ് വളർത്തിയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രാവൺ മുട്ടിട്ടിട്ട് കാണാൻ എടുക്കാണ് കേട്ടോ. ഇത് പെണ്ണും ഇതാണ് കേട്ടോ. ഇതാണ് പിന്നെ ഇവിടെ വരുന്നത് കോഴിക്കോടിൻ്റെ പ്രാവണിന് അത് തന്നെയാണ്. ഒരു ജോഡി ഒരു കുട്ടി ഉണ്ട് കേട്ടോ. അതിനിപ്പോൾ അതാണ് കുട്ടി. ഒച്ചക്കുട്ടിയുള്ളൊരു മുട്ട വിരിഞ്ഞിട്ടില്ല. ഇത്ര ഉള്ളു നമ്മളൊരു പ്രാവ്. ഞാൻ ബാക്കോട് സ്റ്റാൻഡ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ബഡ്ജറ്റ് കൊണ്ട് ശരിയായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഞങ്ങൾക്ക് കുറേ ഫോളോവേഴ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ യൂട്യൂബിന് ചാനലിന് വീഡിയോസൊന്നും ഇടില്ല. നിങ്ങൾ പറഞ്ഞായിരുന്നു കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ ഒഴിവാക്കിയിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ ചെയ്യണം. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം.